ശരിക്കും വണക്കണോ? എപ്പടി ഇരിക്കണ? നമ്മളിപ്പോ എന്താ മാർക്കില്ലണ? ചിന്താമണി. ഇപ്പൊ എല്ലാ വീക്കിലും നമ്മൾ വന്നിട്ടിരിക്കണം. എല്ലാ വീക്കിലും നല്ല അടിപൊളി കിടില മാടുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ? ഏറ്റവും നല്ല പശുക്കൾ നോക്കി 32ഓളം പശുക്കളാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ? எல்லாமே வந்து பாத்தீங்கன்னா பாலக்காடு അല്ലണ സംസ്ഥാനം. ഇപ്പൊ കേരളം, അല്ല കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലേക്ക് എടുത്തിട്ടില്ലേ? 3 നാടൊക്കെ എടുത്തു കൊടുത്തിട്ട് അതല്ല കേരളത്തിൽ തന്നെ ഒരുപാട് ജില്ലയിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ வந்து പാലക്കാട്, തിരൂര്, എറണാകുളം, പിന്നെ കോഴിക്കോട്, വയനാട് എല്ലാ 4-5-6 ജില്ലയിലേക്ക് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് ടീമുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പശു എല്ലാ പശുക്കളെയും പറയാച്ചാൽ ഒരുപാട് സമയം എടുക്കും. ജസ്റ്റ് ആവറേജ് ആണ് മൊത്തത്തിൽ എത്ര എങ്ങനെയാണ് 2 പല്ലാണോ എങ്ങനെ എത്ര പ്രായമുള്ള പശു? 2 പല്ല് 4 പല്ല് 6 പല്ല്. ജസ്റ്റ് നടന്നു വേണം നമുക്ക് എല്ലാം കണ്ടു വേണം. നടന്നു 2 പല്ല് 4. ഇതെല്ലാം കന്നി പശുക്കളാണോ? കന്നി 2ാമത്തെ പശുക്കൾ. ഇതൊക്കെ പ്രസവിച്ചാണ് ചനയാണോ ഇത് കാണുന്നത്? ഇതെല്ലാം പ്രസവിച്ചാണ് ചനയാണ്? ഇതെല്ലാം ചനയാണ്. ഏകദേശം പ്രൈസ് ആവറേജ് ഇതൊക്കെ വന്നിട്ട് എടുത്തിട്ടുണ്ടോ? எல்லாமே வந்து பாத்தீங்கன்னா ஒரு 80 മുതൽ 1 ലക്ഷം 110 വരെ 80,000 1 ലക്ഷം 110 റേഞ്ചിൽ വരുന്ന പശുക്കളാണ്. എല്ലാം ഏകദേശം ഇതൊക്കെ തന്നെയാണ് പ്രൈസ് റേഞ്ച്. എല്ലാം പറയാന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അത്രത്തോളം പശുക്കൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫാമിലേക്ക് എടുത്തിട്ടുള്ള പശുക്കളാണോ? എല്ലാം നല്ല അടിപൊളി ഫാമിലേക്കും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഒരു ജേഴ്സി മാത്രമാണ്, ബാക്കി എല്ലാം എറണാകുളത്തേക്ക് ഒരു ജേഴ്സി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ഇത് കന്നിയാണോ? ബ്ലാക്ക് അത് രണ്ടത് പല്ല് വന്നിട്ടില്ല. 2 പല്ലും ആയിട്ടില്ല. 4 പല്ല്. ഇത് 4 പല്ല്, ഇത് 2 പല്ല്, 2 പല്ല്, 4 പല്ല്, ഇത് 4 പല്ല്. ഇതൊക്കെ പ്രൈസ് ഇത് തന്നെയാണോ റേഞ്ച്? ഒരു 80 മുതൽ 110 റേഞ്ച്, 1,10,000 വരെ റേഞ്ചിൽ ഒരു പശുവിന് വന്നിട്ടുള്ളതാണ്.